ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ആവണി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരാണ് സിംഹവും മാൻകുട്ടിയും. ഒരു വലിയ കാട്ടിൽ ശക്തനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. സിംഹം ശക്തനായിരുന്നെങ്കിലും വളരെ അഹങ്കാരിയുമായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സിംഹത്തിനെ പേടിച്ച് ജീവിച്ചു. അതേ കാട്ടിൽ ഒരു ചെറിയ മാൻകുട്ടി ഉണ്ടായിരുന്നു. മാൻകുട്ടി ശരീരത്തിൽ ചെറുതാണെങ്കിലും ബുദ്ധിയും കരുണയും നിറഞ്ഞവനായിരുന്നു. മാൻകുട്ടി എല്ലാ മൃഗങ്ങൾക്കും സഹായം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം സിംഹം വേട്ടയ്ക്കിറങ്ങി. പക്ഷേ അതിനിടയിൽ കാട്ടുവള്ളിയുടെ ഇടയിൽ സിംഹത്തിന്റെ കാല് കുടുങ്ങി. ശക്തനായ സിംഹത്തിന് ആ കുരുക്ക് പൊളിക്കാൻ കഴിഞ്ഞില്ല. വേദന കൊണ്ട് ആ സിംഹം ഉറക്കെ കരഞ്ഞു, അയ്യോ! അപ്പോൾ അതുവഴി വന്ന മാൻകുട്ടി സിംഹത്തിന്റെ കരച്ചിൽ കേട്ടു. ചെങ്കിലും മാൻകുട്ടി അടുത്തേക്ക് ചെന്നു. ഇത് കണ്ട സിംഹം ചോദിച്ചു, നീ എന്റെ ശത്രു അല്ലേ? മാൻ പറഞ്ഞു, വേദനയുള്ളവരെ സഹായിക്കുന്നത് ശത്രുതയല്ല. മാൻ തന്റെ കൊമ്പുകൾ ഉപയോഗിച്ച് കാട്ടുവള്ളിക്കുരുക്ക് പൊട്ടിച്ചു. സിംഹം രക്ഷപ്പെട്ടു. വിജയോടെ സിംഹം പറഞ്ഞു, നിന്റെ ദയ ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് മുതൽ സിംഹം തന്റെ അഹങ്കാരം വിട്ട് എല്ലാ മൃഗങ്ങളോടും സ്നേഹത്തിൽ പെരുമാറാൻ തുടങ്ങി. കഥയുടെ ഗുണപാഠം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ശക്തിയേക്കാൾ വലുത് സ്നേഹവും ബുദ്ധിയുമാണ്. ചെറുതാണെന്ന് തോന്നുന്നവരും വലിയ സഹായം ചെയ്യും. കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായോ? എങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇനിയും പുതിയ കഥകളായി വരാമേ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.